എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ 6ാം ക്ലാസ്സിലെ സാമൂഹ്യ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിനു മുമ്പേ 2-3 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചോദ്യം നോക്കാം. ഭൂമിയെ 2 അർദ്ധഗോളങ്ങളായി വിഭജിക്കുന്ന രേഖയുണ്ട്. ആ രേഖയ്ക്ക് പറയുന്ന പേരാണ് ഭൂമധ്യരേഖ. അപ്പോൾ ഭൂമിയെ അർദ്ധഗോളങ്ങളായി വിഭജിക്കുന്ന രേഖ ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ് എഴുതുക? ഭൂമധ്യരേഖ. ഭൂമിയെ 2 അർദ്ധഗോളമായി വിഭജിക്കുന്ന രേഖ ഏത്? ഭൂമധ്യരേഖ. ഭൂമധ്യരേഖയുടെ വടക്കുഭാഗത്തുള്ള അർദ്ധഗോളം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരാർദ്ധഗോളം. അപ്പോൾ ഉത്തരാർദ്ധഗോളം എന്നാണ് ഭൂമധ്യരേഖയുടെ വടക്ക് ഭാഗത്തുള്ള അർദ്ധഗോളം അറിയപ്പെടുന്നത്. ഇനി ഭൂമിയുടെ യഥാർത്ഥ മാതൃകയായി കണക്കാക്കുന്നത് എന്താണ്? ഗ്ലോബിനെയാണ് കണക്കാക്കുന്നത്. ധ്രുവങ്ങൾ അല്പം പരന്നും മധ്യഭാഗം അല്പം തള്ളിയും കാണപ്പെടുന്ന ഭൂമിയുടെ ആകൃതിയുടെ പേരെന്ത്? ജിയോയിഡ്. ജിയോയിഡ് എന്ന് പറഞ്ഞാൽ എന്ത് തരം ആകൃതിയാണ്? ധ്രുവങ്ങളിൽ അല്പം പരന്നും മധ്യഭാഗം അല്പം തള്ളിയും കാണപ്പെടുന്ന ഭൂമിയുടെ പേരാണ്, ഭൂമിയുടെ ആകൃതിക്ക് പറയുന്ന പേരാണ് ജിയോയിഡ്. ഭൂമിയുടെ അച്ചുതണ്ട് എന്നത് എന്താണ്? ഭൂമിയുടെ അച്ചുതണ്ട് എന്ന് പറഞ്ഞാൽ ഉത്തര ധ്രുവത്തെയും ദക്ഷിണ ധ്രുവത്തെയും യോജിപ്പിച്ചുകൊണ്ട് ഭൂമിക്കുള്ളിലൂടെ സങ്കല്പിക്കുന്ന ഒരു നേർരേഖയാണ്. അപ്പോൾ ഭൂമിയുടെ അച്ചുതണ്ട് എന്തിനൊക്കെയാണ് യോജിപ്പിക്കുന്നത്? ഉത്തര ധ്രുവത്തെയും ദക്ഷിണ ധ്രുവത്തെയും യോജിപ്പിക്കുന്നു. അച്ചുതണ്ടിന് ഭൂമിയുടെ പരിക്രമണ തലത്തിൻ്റെ ലംബത്തിൽ നിന്ന് എത്ര ചെരിവുണ്ട്? അപ്പോൾ അച്ചുതണ്ടിൻ്റെ ചെരിവ് എത്രയാണ്? 23.5 ഡിഗ്രിയാണ്. ഏറ്റവും വലിയ അക്ഷാംശ വൃത്തം ഏത്? ഭൂമധ്യരേഖയാണ്. എത്രയാണ്? 0 ഡിഗ്രി അക്ഷാംശ വൃത്തമാണ് ഭൂമധ്യരേഖ. ഭൂമധ്യരേഖയിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും അക്ഷാംശ വൃത്തങ്ങളുടെ വലിപ്പത്തിന് എന്ത് സംഭവിക്കുന്നു? അക്ഷാംശ വൃത്തങ്ങളുടെ വലിപ്പം കുറഞ്ഞു വരുന്നു. ഭൂമധ്യരേഖയിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും അക്ഷാംശ വൃത്തങ്ങളുടെ വലിപ്പം കുറഞ്ഞു വരുന്നു. 90 ഡിഗ്രി വടക്ക് സ്ഥിതി ചെയ്യുന്ന അക്ഷാംശം ഏത് പേരിൽ അറിയപ്പെടുന്നു? 90 ഡിഗ്രി വടക്ക് എന്താണ്? ഉത്തര ധ്രുവമാണ്. 90 ഡിഗ്രി വടക്ക് എന്താണ്? ഉത്തര ധ്രുവം. 90 ഡിഗ്രി വടക്ക് അക്ഷാംശം അറിയപ്പെടുന്ന പേര് ഉത്തര ധ്രുവം. ഇനി 90 ഡിഗ്രി തെക്ക് സ്ഥിതി ചെയ്യുന്ന അക്ഷാംശം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ദക്ഷിണ ധ്രുവം. 90 ഡിഗ്രി തെക്ക് എന്താണ്? ദക്ഷിണ ധ്രുവം. ഇനി അടുത്ത ചോദ്യം. ഭൂമധ്യരേഖയുടെ വടക്കുള്ള അക്ഷാംശങ്ങൾ എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തര അക്ഷാംശങ്ങൾ. ഭൂമധ്യരേഖയുടെ വടക്കുള്ള അക്ഷാംശങ്ങൾ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തര അക്ഷാംശങ്ങൾ. ഇനി ഭൂമധ്യരേഖയുടെ തെക്കുള്ള അക്ഷാംശങ്ങൾ എന്ത് പേരിൽ അറിയപ്പെടുന്നു? തെക്കുള്ള അക്ഷാംശങ്ങൾ അറിയപ്പെടുന്നത് ദക്ഷിണ അക്ഷാംശങ്ങൾ. ഓക്കെ, ദക്ഷിണ അക്ഷാംശങ്ങൾ. ഇനി അടുത്ത ചോദ്യം. ഉത്തരാർദ്ധഗോളത്തിൽ പൂർണ്ണമായും ഉൾപ്പെട്ട ഒരു ഭൂഖണ്ഡം ഏതാണ്? ഏഷ്യയാണ്, അല്ലെങ്കിൽ യൂറോപ്പ്, വടക്കേ അമേരിക്ക എന്നൊക്കെ എഴുതാം. ഉത്തരാർദ്ധഗോളത്തിൽ പൂർണ്ണമായും ഉൾപ്പെട്ട ഭൂഖണ്ഡം ഏതാണ്? ഏഷ്യ. അതേപോലെ തന്നെ ദക്ഷിണാർദ്ധഗോളത്തിനും പൂർണ്ണമായും ഉൾപ്പെട്ട ഒരു ഭൂഖണ്ഡമുണ്ട്. അതേതാണ്? ഓസ്ട്രേലിയ. ഓസ്ട്രേലിയയാണ് ദക്ഷിണാർദ്ധഗോളത്തിൽ പൂർണ്ണമായും ഉൾപ്പെട്ട ഭൂഖണ്ഡം. ഇനി ഭൂമധ്യരേഖ ഇരു അർദ്ധഗോളങ്ങളുമായി, അതായത് 2 അർദ്ധഗോളങ്ങളുമായി കടന്നു പോകുന്ന ഭൂഖണ്ഡം ആഫ്രിക്കയാണ്. എന്താണ്? ആഫ്രിക്കയാണ്. അന്തരീക്ഷം, ജലം, അനുകൂല കാലാവസ്ഥ എന്നിവയാൽ ജീവൻ നിലനിൽക്കുന്ന ഒരേ ഒരു ആകാശഗോളം ഏതാണ്? ഭൂമി. ഭൂമിയിൽ മാത്രമേ അന്തരീക്ഷമുള്ളൂ, ജലമുള്ളൂ, കാലാവസ്ഥയൊക്കെ ഉള്ളൂ. ഇനി അടുത്ത ചോദ്യം. അക്ഷാംശ രേഖകളെ ഭൗമോപരിതലത്തിൽ എങ്ങനെയാണ് വരച്ചിരിക്കുന്നത്? ഭൂമധ്യരേഖയ്ക്ക് സമാന്തരമായിട്ടാണ് അക്ഷാംശ രേഖകളെ വരച്ചിരിക്കുന്നത്. എങ്ങനെയാണ് വരച്ചിരിക്കുന്നത്? ഭൂമധ്യരേഖയ്ക്ക് സമാന്തരമായിട്ട്. അക്ഷാംശ രേഖകൾ യഥാർത്ഥത്തിൽ എങ്ങനെയുള്ള രേഖകളാണ്? അക്ഷാംശ രേഖകൾ എന്ന് പറഞ്ഞാൽ വെറും സങ്കല്പത്തിലുള്ള രേഖകൾ മാത്രമാണ് സാങ്കല്പിക രേഖകൾ എന്നറിയാം. ഇനി അടുത്തത്. ഭൂമിയുടെ ഭ്രമണത്തിന് ആധാരമാക്കുന്നത് എന്താണ്? ഭൂമിയുടെ ഭ്രമണത്തിന് ആധാരമാകുന്നത് എന്താണ്? ഭൂമിയുടെ അച്ചുതണ്ടാണ്. ഭൂമിയുടെ ഭ്രമണത്തിന് ആധാരമാകുന്നത് ഭൂമിയുടെ അച്ചുതണ്ടാണ്. ഭൂമധ്യരേഖയെ ആസ്പദമാക്കി ഭൂമിയുടെ തെക്കു ഭാഗത്തുള്ള അർദ്ധഗോളം ഏത്? ഭൂമധ്യരേഖയെ ആസ്പദമാക്കി ഭൂമിയുടെ തെക്കു ഭാഗത്തുള്ള അർദ്ധഗോളം ഏതാണ്? ദക്ഷിണാർദ്ധഗോളമാണ്. എന്താണ്? ദക്ഷിണാർദ്ധഗോളം. ഇനി അടുത്തത്. ഉത്തരാർദ്ധഗോളത്തിൽ ഉൾപ്പെടുന്ന ഭൂഖണ്ഡങ്ങൾ ഏതെല്ലാമാണ്? ഉത്തരാർദ്ധഗോളത്തിൽ ഉൾപ്പെടുന്ന ഭൂഖണ്ഡങ്ങൾ ഏതെല്ലാമാണ്? ഏഷ്യ, യൂറോപ്പ്, വടക്കേ അമേരിക്ക. എവിടെയാണ്? ഏഷ്യ, യൂറോപ്പ്, വടക്കേ അമേരിക്ക.
ദക്ഷിണാർദ്ധഗോളത്തിൽ ഉൾപ്പെടുന്ന ഭൂഖണ്ഡം ഏതാണ്? ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക. എവിടെയാണ്? ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക. 2 അർദ്ധഗോളങ്ങളുമായി വ്യാപിച്ചു കിടക്കുന്ന ഭൂഖണ്ഡങ്ങൾ ഏതെല്ലാമാണ്? ഉത്തരം ഏതാണ്? 2 അർദ്ധഗോളങ്ങളിലും വ്യാപിച്ചു കിടക്കുന്ന ആഫ്രിക്കയും തെക്കേ അമേരിക്കയും ആണ്. അക്ഷാംശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന സാങ്കല്പിക രേഖയ്ക്ക് എന്താ പറയുക? അക്ഷാംശ രേഖകൾ. എന്താണ്? അക്ഷാംശ രേഖകൾ. പ്രധാനപ്പെട്ട അക്ഷാംശ രേഖകൾ ഏതൊക്കെയാണ്? ഭൂമധ്യരേഖ, ഉത്തരായന രേഖ, ആർട്ടിക് വൃത്തം, അന്റാർട്ടിക് വൃത്തം എന്നിവയാണ് പ്രധാന അക്ഷാംശ രേഖകൾ. പ്രധാനപ്പെട്ട അക്ഷാംശ രേഖകൾ ഏതൊക്കെയാണ്? ഭൂമധ്യരേഖ, ഉത്തരായന രേഖ, ആർട്ടിക് വൃത്തം, അന്റാർട്ടിക് വൃത്തം എന്നിവ. ഉത്തരായന രേഖയുടെ ഡിഗ്രി അളവ് എത്രയാണ്? 23.5 ഡിഗ്രി വടക്ക്. ഉത്തരായന രേഖ എത്രയാണ്? 23.5 ഡിഗ്രി വടക്ക്. അന്റാർട്ടിക് വൃത്തത്തിൻ്റെ ഡിഗ്രി അളവ് എത്രയാണ്? 66.5 ഡിഗ്രിയാണ്. എത്രയാണ്? 66.5 ഡിഗ്രി. അക്ഷാംശ രേഖകളിൽ നിന്ന് എന്താണ് പ്രധാന വ്യത്യാസം? രേഖാംശ രേഖകൾ ഒരേ വലിപ്പമുള്ള അർദ്ധവൃത്തങ്ങളാണ്. എന്നാൽ അക്ഷാംശ രേഖകളുടെ വലിപ്പം ധ്രുവങ്ങളിലേക്ക് പോകുമ്പോൾ കുറഞ്ഞു വരുന്നു.